ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിക്കാൻ പോകണം. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് അന്നാണ് സ്റ്റിക്കർ മേക്കിംഗ് ബാഗ്. അത് പറഞ്ഞ് അവളെന്നെ ഒരു സ്റ്റിക്കർ ബുക്കിൽ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നാണ്. ഇത് ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ബ്ലൈൻഡ് ബാഗ്. ഇതൊരു ബ്ലൈൻഡ് ബാഗ് പോലെ ഉണ്ട്. അപ്പോൾ കത്രികയ്ക്കിനടുത്ത് സെറ്റായിട്ടുണ്ട്. എന്തായാലും വരയ്ക്കാം. എങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് അങ്ങനെ വേണ്ട. അമ്മേ സ്റ്റിക്കർ മേക്കിംഗ് ആയതുകൊണ്ട് അത് എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. സ്റ്റിക്കർ ബുക്സൊക്കെ ഇതിലുണ്ടെന്നാണ്. അതിൻ്റെ ബുക്ക്, അതായത് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പേപ്പർ കാണില്ല, ആ ബുക്ക് ഇതിനകത്ത് കൊള്ളത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം തരാമെന്നാണ് അവൾ പറഞ്ഞത്. ഓക്കെ, ചാനലിൽ സെല്ലോ ടേപ്പാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, സ്റ്റാമ്പ്സൊക്കെ ഉണ്ട്. കുറച്ച് സ്റ്റാമ്പുകളുണ്ട് ഉണ്ടോ. ഗ്രീൻ കളറുണ്ട്, യെല്ലോ കളറുണ്ട്, പർപ്പിൾ കളറുണ്ട്, ബ്ലൂ കളറുണ്ട്. പിന്നെ ഒരു സെല്ലോ ടേപ്പ് ഉണ്ട് കണ്ടോ, ഒരു സെല്ലോ ടേപ്പ് ഉണ്ട്. പിന്നെ ഉള്ളത് അതാണ് ഈ സ്റ്റിക്കർ ബുക്ക് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. സ്റ്റിക്കർ ബുക്കാണെന്നുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ തുറക്കുമ്പോൾ ആദ്യം ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ, അവൾ എൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്, ഹാനിയാണ്. പിന്നെ അതെ ഈ പേജ് മുഴുവൻ സ്റ്റിക്കർ, ഈ പേജ് മുഴുവൻ സ്റ്റിക്കർ, ഇത് ഈ പേജ് സ്റ്റിക്കറുണ്ട്. ഇത് സ്റ്റിക്കറാണ്. ഇവൾ ചിലതൊക്കെ ഹോം മെയ്ഡൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് കുറച്ചുണ്ടായില്ല, അതൊക്കെ മാത്രമേ കടയിൽ നിന്ന് മേടിച്ചതുള്ളൂ. ബാക്കിയൊക്കെ ഹോം മെയ്ഡാണ്. ഇതൊക്കെ ഹോം മെയ്ഡാണ്. ഇതൊക്കെ അവൾ പ്രിൻ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ അവളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ട്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് അവളിങ്ങനെ സെല്ലോ ടേപ്പ് തൊട്ടിച്ച് അങ്ങനെ ചെയ്ത് തട്ടിക്കുട്ടിയാണ്. പിന്നെ ഉള്ളത് അവൾ എന്തിൽ തന്നെ ഉണ്ടായി, അടിയിലൊരു പേപ്പർ ഉണ്ടാവും. അത് എമർജൻസി സിറ്റുവേഷൻ പേപ്പർ. അതെന്ത് പേപ്പറാണെന്ന് പോലും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത് യൂസസ് ചോദിച്ചു. അതായത് അവളെനിക്ക് തേഴ്സ്ഡേ ആണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് പൊട്ടിക്കുന്നത്. ഞാൻ അവളുടെ അടുത്ത് ഫ്രൈഡേ പോയി യൂസസ് ചോദിച്ച്. അപ്പോൾ അവൾ പറഞ്ഞ ഇങ്ങനെ ബുക്കൊക്കെ ഇപ്പോൾ കാണാണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ബുക്ക് പോയി തപ്പിയിട്ട് നമുക്ക് ഇതിന്ന് എടുത്ത് എന്നിട്ട് ഒട്ടിച്ചാൽ പോരെ എന്നൊക്കെയായിരുന്നു അവൾ പറഞ്ഞ്. അത് സത്യം തന്നെയാണ്, കള്ളമെന്നല്ല, അതൊരു യൂസുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണുള്ളത് ഇതിനകത്ത്, ഒരു സ്റ്റിക്കർ മേക്കിംഗ് ബാഗിൽ. ഓക്കെ, എനിക്കിതിന് എല്ലാം തിരിച്ചിടാം. ഇല്ലെങ്കിലേ ഓരോന്നോരോന്ന് വെച്ച് പിന്നെ കാണാണ്ടാവും, പിന്നെ തപ്പം കുറേ നേരം എടുക്കും. പിന്നെ ഉള്ളത് ഇതുപോലത്തെ ഒരു ബാഗ്. ഇതെന്ത് ബാഗാണെന്നറിയൂ? മൈ മെമ്മറി ബാഗ്. മെമ്മറി ബാഗാണിത്. തുറക്കുമ്പോൾ തന്നെ ചാടി വരുന്നത് പഴയ, ഞാൻ യൂസ് ചെയ്ത പഴയ സെല്ലോ ടേപ്പിൻ്റെ ഒരു കാർഡ്ബോർഡ്. അതിന് വൈറ്റ് പെയിൻറ്റും ട്രാൻസ്പെറൻറ്റ്, നെയിൽ പോളീസിൻ്റെ ട്രാൻസ്പെറൻറ്റ് പോലത്തെ സാധനമല്ലേ, അതൊക്കെ അടിച്ച് അങ്ങനെ എന്തൊക്കെയൊക്കെ ആക്കി ഇത് ഈ ഒരു കളറാക്കിയെടുത്ത്, ട്രാൻസ്പെറൻറ്റ് കളറാക്കിയെടുത്ത്. ഓക്കെ, പിന്നെ ഇതുപോലത്തെ ഒരു വാള. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. ഇന്ന് രാവിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൈക്കാക്കി എന്തെങ്കിലുമൊക്കെ പാടാമെന്ന് വിചാരിച്ച് മൈക്കാക്കാൻ പോയി തപ്പിയത്. അപ്പോഴാണ് ഈ ബാഗ് എൻ്റെ കണ്ണിൽ പെട്ടത്. അത് ഞാൻ ഓർത്ത് ഇത് പറഞ്ഞ പോലെ എൻ്റെ മെമ്മറി ബാഗ് അല്ലേ എന്ന് ഞാൻ ഓർത്ത്. പിന്നെ അതെ ഇതുപോലത്തെ ഒരു മാല. ഇത് ചെറിയ കുട്ടി
എന്നെ അങ്ങോട്ട് ചെറിയ കുട്ടികൾക്ക് ഇത് മല എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്കും പറയാൻ പറ്റും, പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ലൂസാണ്. ഓക്കെ, പിന്നെ മുടി കുടുങ്ങിയ അല്ല. ഓക്കെ, പിന്നെ ഉള്ളത് 2 സ്ലൈഡാണ്. ഇതുപോലത്തെ 2 സ്ലൈഡുകളുണ്ട് കണ്ടോ. ഇതുപോലത്തെ ക്യാരറ്റ് പിടിച്ചിരിക്കുന്ന 2 റാബിറ്റ്സ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതിവിടെ ഊരി വെക്കാം. പിന്നെ വരുന്നതാണ് തലേ കെട്ടുന്ന 2 റിബൺസ്. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു മെർമെയ്ഡിൻ്റെ മോതിരമാണ്. ഓക്കെ, ഇതൊക്കെ മറ്റേ ഇതുപോലത്തെ നൂലുകളില്ലേ കണ്ടോ, ഇതുപോലത്തെ ഒക്കെ നൂലുകൾ വെച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിനെ വള എന്നും പറയാൻ പറ്റും, ബ്രേസ്ലെറ്റ് എന്നും പറയാൻ പറ്റും. പിന്നെ ഒരു കുഞ്ഞൊരു ക്ലിപ്പ്, ഫ്ലവറിൻ്റെ കുഞ്ഞൊരു ക്ലിപ്പാണ്. പിന്നെ അറ്റ് ലാസ്റ്റ് കുറച്ച് ഗോലികൾ. ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ഒരു ഓറഞ്ച് ഉണ്ട്, ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ഒരു വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ട് ഉള്ളതുണ്ട്. ബാക്കി ഗോലീസൊക്കെ ഇപ്പോഴത്തെ മെമ്മറി ബാഗിലാണ്. ആ മെമ്മറി ബാഗ് എവിടെയാണെന്ന് ഇപ്പം എനിക്ക് പോലും അറിയില്ല. ആ മെമ്മറി ബാഗ് ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തപ്പാകുമ്പം അങ്ങനെ കിട്ടിക്കോളും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനി നമുക്ക് ഇതൊക്കെ തിരിച്ചെടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, ലാസ്റ്റ് എല്ലാം കൂടി എടുത്തൊക്കെ പണിയാവുന്ന അതേപോലെ കറക്റ്റാവും. അത് കാരണം ഞാൻ ഇപ്പം തന്നെ എടുത്ത് വെക്കുകയാണ്. ഇപ്പം തന്നെ എടുത്തു വെച്ചാൽ പിന്നെ പണിയും തീരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതടച്ചു വെക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ ബൈ.